2025 ഫെബ്രുവരി 19 വയനാട്ടിലെ മുത്തങ്ങ കാടുകളിൽ തീക്കാറ്റായി മാറിയ ഭൂസമരത്തെ അമർച്ച ചെയ്യാൻ തോക്കുകൾ ചോര തുപ്പിയിട്ട് 22 ആണ്ടുകൾ പിന്നിട്ട ദിവസം. ഫെബ്രുവരി 20 രാജ്യാന്തര ശ്രദ്ധ നേടിയ മുത്തങ്ങ സമരം കൊണ്ട് സംസ്ഥാനത്തെ 10,000-ഓളം ഭൂരഹിത കുടുംബങ്ങൾക്ക് ഗുണം ലഭിച്ചെങ്കിലും സമരത്തിൽ പങ്കെടുത്ത പാതിയിലധികം പേരും ഇന്നും അവഗണനയിലാണെന്ന് അധികാരികളെ നിരന്തരം ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരുന്ന മുത്തങ്ങ സമര നേതാവ് വേങ്ങൂർ ശിവരാമൻ പോരാട്ടങ്ങൾ അവസാനിപ്പിച്ച് യാത്രയായ ദിവസം. വയനാട് ജില്ലയിലെ വിവിധ ഗോത്ര ഊരുകളിൽ നിന്നുള്ള 825 കുടുംബങ്ങളിലെ 4,000-ഓളം പേരാണ് മുത്തങ്ങ സമരത്തിൽ പങ്കെടുത്തത്. ഗോത്ര മഹാസഭ നേതാക്കളായ CK ജാനുവിന്റെയും M ഗീതാനന്ദന്റെയും നേതൃത്വത്തിലായിരുന്നു മുത്തങ്ങ ഭൂസമരമെങ്കിലും സമരത്തിന് ആളുകളെ സംഘടിപ്പിക്കാനും പോരാട്ടവീര്യമേകാനും അണിയറയിൽ പ്രവർത്തിച്ചവരിൽ പ്രധാനി വേങ്ങൂർ ശിവരാമനായിരുന്നു. 2003 ജനുവരി 5 ആദിവാസികൾ മുത്തങ്ങ വനം കയ്യേറി ഊര് സ്ഥാപിച്ചതോടെയായിരുന്നു പ്രശ്നങ്ങളുടെ തുടക്കം. സമരത്തെ അടിച്ചമർത്താൻ 2003 ഫെബ്രുവരി 19 നടത്തിയ പോലീസ് വെടിവെപ്പിൽ സമരമുഖത്തുണ്ടായിരുന്ന ആദിവാസി ജോഗി മരിച്ചു. ഇതോടെ മുത്തങ്ങ ഭൂസമരം കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ കറുത്ത അധ്യായമായി. കാലം കടന്നുപോയി. ആദിവാസികൾ ഭൂമിക്ക് വേണ്ടി നടത്തിയ സമരവും ജോഗിയും ഒരു കെട്ടുകഥയായി മാറാതിരിക്കാൻ വേങ്ങൂർ ശിവരാമൻ മുത്തങ്ങ വെടിവെപ്പിൽ കൊല്ലപ്പെട്ട ജോഗിക്ക് ഒരു സ്മാരകം നിർമ്മിക്കാൻ തീരുമാനിച്ചു. പോലീസിന്റെയും വനം വകുപ്പിന്റെയും കണ്ണുവെട്ടിക്കാതെ ജോഗി സ്മാരകം ഉയർത്താൻ കഴിയില്ലെന്ന അവസ്ഥയായിരുന്നു. എന്നാൽ ദിവസങ്ങളോളം നീണ്ടുനിന്ന ആലോചനകൾക്കും ചർച്ചകൾക്കും ശേഷം പരിസ്ഥിതി പ്രവർത്തകരായ എബ്രഹാം ബെൻഹറിന്റെയും ശോഭീന്ദ്രൻ മാഷിന്റെയും ഹരിതസേനയുടെയും പിന്തുണയോടെ ശിവരാമൻ ആ സ്മാരകം പടുത്തുയർത്തി. ആദിവാസികളുടെ ചരിത്ര സമരത്തിന്റെ ഓർമ്മയ്ക്ക് അത്രയെങ്കിലും ചെയ്യാതെ വയ്യെന്നായിരുന്നു ശിവരാമൻ ആ ഓർമ്മകൾ പങ്കുവച്ചപ്പോൾ പറഞ്ഞത്. നമ്മൾ ഈ സ്തൂപം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 30 ദിവസത്തെ ആലോചനയായിരുന്നു. പിന്നെ ഇത് എങ്ങനെ ഉണ്ടാക്കും, എങ്ങനെ കൊണ്ടുവയ്ക്കും, ഫോറസ്റ്റോ പോലീസോ ഇവിടെ അനുവദിക്കില്ല, അത് ഉറപ്പിച്ച കാര്യമാണ്. അപ്പോൾ ഞങ്ങൾ ഈ കിണർ റിങ് പിടിക്കുന്ന സ്ഥലത്ത് പോയിട്ട് ഇത് ഉണ്ടാക്കി. ഈ സ്തൂപം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ സ്തൂപം പോലും അവർ ഉണ്ടാക്കി തരൂല. അങ്ങനെ പറഞ്ഞിട്ട് സ്തൂപം ഉണ്ടാക്കി. നിങ്ങളിതെങ്ങനെ കൊണ്ടുപോകും? അപ്പോൾ ഈ ജോഗി സ്മാരകത്തിന് വേണ്ടിയിട്ടാണെന്ന് അറിഞ്ഞാൽ സമ്മതിക്കില്ല, പോലീസ് അപ്പം തന്നെ തടയും. അങ്ങനെ ഞങ്ങൾ ഈ ചെക്ക് പോസ്റ്റ് പിന്നെ ഈ രാവിലെ 5 മണിക്ക് പാതിരിപ്പാലത്തു നിന്നാണ് ഇത് കൊണ്ടുവരുന്നത്. അപ്പോൾ കൂലിപ്പണിക്ക് പോകുന്ന എൻ്റെ 2-3 സുഹൃത്തുക്കളുണ്ടായിരുന്നു. ആ സുഹൃത്തുക്കളെയും കൂട്ടി കണ്ണൻ, കുട്ടൻ, ഈ രാജീവ്, സതീഷ്, ഇങ്ങനെ പറഞ്ഞ ഒരു 5-6 ആൾക്കാർ, 5-8 ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ മാണിച്ചേട്ടൻ്റെ ഒരു ടാക്സി ഇങ്ങനെ വിളിച്ചു. ടാക്സിയിൽ ഇന്ന സാധനം കൊണ്ടുപോകാൻ ഇങ്ങനെയുള്ള സംഭവത്തിനാന്ന് പറഞ്ഞപ്പോൾ ടാക്സിക്കാരൻ വരുന്നില്ല. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു കിണറിനുള്ള റിങ്ങാണ്. അപ്പോൾ ഈ സ്തൂപം ഞങ്ങൾ ഈ പിന്നെ അടിയിൽ വെച്ചിട്ട് ചാക്കിട്ട് മൂടി കിണർ റിങ് മുകളിൽ കാണിച്ചു. അപ്പോൾ ചെക്ക് പോസ്റ്റിലെത്തിയപ്പോൾ ഞങ്ങളിവിടെ എത്തിയ സമയത്ത് ഒരു 6 മണി സമയമായപ്പോൾ ചെക്ക് പോസ്റ്റിൽ നിന്ന് ഇതെങ്ങോട്ടോ കൊണ്ടുവന്ന് ചോദിച്ചു. അപ്പം നമുക്കിങ്ങനെ പറഞ്ഞു, നമ്മൾ ഇവിടെ വന്ന ഒരു ചായക്കടയുണ്ട് ബഷീർഖാൻ്റെ, ആ ബഷീർക്കൊക്കെ കിണറിനിടാനാന്ന് പറഞ്ഞു. അങ്ങനെ ഇത് കൊണ്ടുവന്നു. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ പിന്നെ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ കഴിഞ്ഞതിന് ശേഷമാണ് ഇവിടെ പോലീസും ഫോറസ്റ്റൊക്കെ ഇവിടെ എത്തുന്നത്. അപ്പോൾ നമുക്കിത് നമ്മൾ ഈ പണി തുടങ്ങിക്കൊണ്ട് ഞങ്ങൾ അവരെ മൈൻഡൊന്നും ചെയ്തില്ല. ഞങ്ങൾ പുഴയിൽ നിന്ന് വെള്ളം എടുത്തുകൊണ്ട് വന്ന് ഇവിടെ തന്നെ മിക്സ് ചെയ്തു. ഓരോ കിണറിലെങ്കിലും ഇട്ടു. പിന്നെ 5 അടി, 4 അടി, 3 അടി ഇങ്ങനെ ഓരോ സ്റ്റെപ്പായിട്ട് വെച്ച് 3 റിങ്ങുകൾ കയറ്റി വെച്ചിട്ട് അതിൻ്റെ മേലെ നടുക്കിൽ സ്തൂപം വെച്ച് കോൺക്രീറ്റ് ചെയ്തു റെഡിയാക്കി. അപ്പോഴാണ് ഹൈവേക്കാർ പറഞ്ഞു ഞങ്ങളിത് പൊളിക്കാൻ വന്നതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നിങ്ങൾ അങ്ങനെ പൊളിക്കുകയാണെങ്കിൽ തിരുവനന്തപുരം മുതൽ പൊളിച്ചു വന്നാൽ ഇത് പൊളിക്കാൻ പറ്റുള്ളൂ. ഇത് ആദിവാസിയുടെ ഒരു സമരത്തിൻ്റെ അടയാളമാണ്
ഇത് പൊളിക്കാൻ പാടില്ല. നിങ്ങൾ പിന്നെ ഇവിടുന്ന് 3 കിലോമീറ്റർ പോയാൽ മൂലങ്കാവിൽ 10-13 പിന്നെ ഈ സ്തൂപങ്ങളുണ്ട്. പിന്നെ അത് പൊളിച്ച് വന്നാൽ ഇതും പൊളിക്കാം. ഇത് ഇപ്പം നിർമ്മിച്ചതാണ്. ഇപ്പോൾ ഒരു മണിക്കൂറായിട്ടുള്ളൂ നിർമ്മിച്ചിട്ട്. ഇത് പൊളിക്കാൻ പാടില്ല. മറ്റുള്ളതൊക്കെ പൊളിച്ച് വന്നാൽ ഇത് ലാസ്റ്റ് പൊളിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു തിരുവനന്തപുരത്ത് അങ്ങ് അറ്റം മുതൽ കേരളത്തിൻ്റെ ഇങ്ങേ അറ്റത്ത് ഓർണം കിടക്കട്ടെ, വയനാടിൻ്റെ അറ്റത്താണ് ഇതുള്ളത്. അങ്ങനെ ഞാൻ ഈ ഭൂസമരത്തിൽ മരിച്ച ഒരാൾക്ക്, ഒരു ആദിവാസിക്ക് ഒരു അടയാളമെങ്കിലും നമുക്ക് അത്രയെങ്കിലും ചെയ്യാൻ പറ്റിയെങ്കിൽ അത്രയും ആയല്ലോ. അത്രയും സംഭവം ചെയ്യാമെന്ന് വെച്ചിട്ടാണ് ഇത്. നമ്മൾ ഒരു മാസത്തിൻ്റെ അടുത്തായി പണിക്കൊന്നും പോകാണ്ടും ഒന്നിനും പോകാണ്ട് ഇതെങ്ങനെ ചെയ്യും എന്നുള്ള ഒരു ആലോചനയാണ് ഒരു മാസത്തോളം നിന്നത്. അപ്പം ഇവിടെ കൊണ്ടുവന്ന് ഇന്നിപ്പോൾ ഇത് കാണുമ്പോൾ ഇത് എല്ലാവരും ഏറ്റെടുത്തു. ഭയങ്കര സംഭവമായി മാറി. ഇങ്ങനെ ഒരു സ്തൂപം അന്ന് ഉണ്ടാക്കിയില്ലെങ്കിൽ നമ്മൾ എന്തിനു പറ്റും? ഒരു ആദിവാസി എന്ന നിലയിൽ എനിക്ക് ചെയ്യാൻ പറ്റിയത് ഇത്രയേ ഉള്ളൂ. ഞാനത് ചെയ്തു. ജോഗി സ്മാരകം അധികാരികളുടെ ഉറക്കം കെടുത്തുന്നതാണ്. ആദിവാസികളുടെ ഭൂസമരം ഓർക്കപ്പെടാൻ ആഗ്രഹിക്കാത്ത സാമൂഹിക വിരുദ്ധർ അതിന്റെ പേരിലുള്ള ജോഗി സ്മാരകം തച്ചുടയ്ക്കാനും ഒരവശേഷിപ്പുമില്ലാതെ തകർത്തു കളയാനും കഴിഞ്ഞ കാലങ്ങളിൽ ശ്രമിച്ചിരുന്നു. ഇത് ഒരു കാർഡ്ബോർഡിൻ്റെ സാധനമാണ്. ഇതിൽ നല്ലൊരു എന്താ പറയുക, ടൈല്, മറ്റേ ഈ മാർബിളിൻ്റെ കഷ്ണം കൊണ്ട് മാർബിൾ എഴുതിയ സാധനമാണ്. അത് സാമൂഹ്യ ദ്രോഹികളൊക്കെ അടിച്ചു പൊട്ടിച്ച് കളഞ്ഞു. എപ്പോഴും ആദിവാസിയുടെ പേരെഴുതുന്നത് തന്നെ വെറുപ്പാണ്. പിന്നെ ആദിവാസിയെ കണ്ട വെറുക്കൂലേ. ഇടയ്ക്കിടെ ശിവരാമൻ ആ സ്മാരകം വന്നു നോക്കും. അതിന്റെ കേടുപാടുകൾ പരിഹരിക്കാൻ ശ്രമിക്കും. ചുറ്റുപാടുകൾ വൃത്തിയാക്കും. അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞ വേളയിൽ ആ സ്മാരകത്തിന്റെ അടുത്ത് വെച്ച് ശിവരാമൻ ഒരിക്കൽ പറഞ്ഞ വാക്കുകൾ ഹൃദയത്തിൽ തട്ടും. ഈ ആദിവാസി ഭൂമിക്ക് വേണ്ടിയിട്ട് മരിച്ച ജോഗി അണ്ണന് വേണ്ടിയിട്ട് ആദിവാസിയായി പിറന്ന ഞാൻ ഇതെങ്കിലും ചെയ്തില്ലെങ്കിൽ, സമൂഹത്തിൽ ഇതെങ്കിലും ചെയ്തില്ലെങ്കിൽ, നാളെ ഞാൻ മരിച്ചു പോയാലും ഈ ഓർമ്മകൾ ഇവിടെ നിലനിൽക്കും. ഇതെങ്കിലും ഞാൻ ജോഗി അണ്ണന് വേണ്ടി ചെയ്തില്ലെങ്കിൽ ആദിവാസികൾ ഇഷ്ടംപോലെ ആദിവാസി പ്രസ്ഥാനങ്ങളുണ്ട്, ആദിവാസി സംഘടനകളുണ്ട്. ഇത് ഞാൻ ചെയ്യുമ്പോൾ ആരുമില്ല. ഹരിതസേനയുടെ ഒരു സപ്പോർട്ട് മാത്രം. ഹരിതസേന സപ്പോർട്ട് ഉണ്ട്. ഹരിതസേനയുടെ സപ്പോർട്ട് കൂടി ഇത് ചെയ്യാനും ചെയ്ത് പൂർത്തീകരിക്കാനും കഴിഞ്ഞു. ഇനി ഞാൻ മരിച്ചു പോയാലും എൻ്റെ ഓർമ്മകൾ ഇവിടെ നിൽക്കും. ഈ ഭൂസമരത്തിൽ മരിച്ച ജോഗിയുടെ ഓർമ്മകൾ. 59-ാം വയസ്സിൽ ഹൃദയാഘാതം മൂലമാണ് ശിവരാമൻ അന്തരിച്ചത്. ആദിവാസികളുടെ ഉന്നമനത്തിനായി പ്രവർത്തിച്ച ശിവരാമൻ 2 പെൺമക്കളെയും നല്ല രീതിയിൽ പഠിപ്പിച്ചു. മൂത്ത മകൾ യമുന മഞ്ചേരി ഗവൺമെന്റ് LP സ്കൂൾ അധ്യാപികയാണ്. രണ്ടാമത്തെ മകൾ ശ്രീജയ ഡോക്ടറാണ്. സുൽത്താൻ ബത്തേരി താലൂക്ക് ഹോസ്പിറ്റലിലാണ് സേവനം ചെയ്യുന്നത്. ഭാര്യ സരസ്വതി കോഴിക്കോട് മെഡിക്കൽ കോളേജ് നഴ്സിംഗ് അസിസ്റ്റന്റാണ്. സഹജീവികൾക്ക് വേണ്ടി നിസ്വാർത്ഥമായി പോരാടിയ വേങ്ങൂർ ശിവരാമനെ പോലൊരു മനുഷ്യൻ നമുക്കിടയിൽ ജീവിച്ചിരുന്നുവെന്ന് പറഞ്ഞാൽ വരും തലമുറ ഒരുപക്ഷെ വിശ്വസിച്ചെന്ന് വരില്ല. അത്രമേൽ മനുഷ്യനായി ജീവിച്ചൊരാൾ.